എന്താടോ മിസ്റ്റർ തമ്പുരാനെ? പോക്കിരി തരത്തിനൊരു അതിരിലിടോ. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? ആളെ തട്ടിക്കൊണ്ടുപോവാ, ഒളിപ്പിക്ക. ഭരതനെ സഹിച്ചാവണം അതൊക്കെ ഈ നാട്ടിൽ നടക്കണമെങ്കിൽ. എവിടെ ആ നമ്പൂരിച്ചക്കൻ? അവിടെ എവിടെ? ആരാന്നാ? തന്നോടല്ല. ആരാ അപ്പുറത്ത്? ആരാ അപ്പുറത്ത്? ഇവിടെ വേടാ. എന്താ പറയാൻ? നിന്നൊന്ന് കാണാനാടാ. ഇയാളാണ് ആ നമ്പൂരിച്ചക്കൻ? ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്ക. അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കാനാ? ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല. എനിക്ക് എന്റെ നമ്പൂരിച്ചക്കനെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ തമ്പ്രാനോ കിംബ്രാനോ ഒന്നും നോക്കില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പെടച്ച് പുഴുക്കുണ്ടാക്കി തിന്നും. ഭരതനെ സയ്യായി പറയണേ. ഭരതനസയ്ക്ക് എന്താ വേണ്ടേ? കുറെ നേരമായി നമ്പൂരി കുട്ടികളെ അന്വേഷിക്കണല്ലോ. ഇവിടെ കിട്ടാനില്ല. പിന്നെ എവിടെ കിട്ടുക? അടുത്തുള്ള മലയാളി പോയി ചോദിക്കാം. തെമ്മാടി മുട്ടുകാലി എടിക്കടാ. ഞാൻ എണീക്കാം. ആദ്യം ഫോണൊന്നും എടുക്ക്. ഫോണോ? നിങ്ങൾക്കുള്ളതാണ്. എന്നെ ആരാ ഇപ്പൊ വിളിക്കാൻ? കുവൈറ്റിലുള്ള അളീനാവോ? ഹലോ, ഭരതനോ? ഭരതൻ നിന്റെ അച്ഛൻ ഭരതനെ സൈന്ന് പറയണ. പോകാം ഭരതനസൈ. വേണ്ട സാർ, വരണ്ട. ഞാൻ ആരാ വിളിച്ചത്? ഭരതനസൈ? റൂറൽ SP അശോക് സാർ. എവിടെ? വിലങ്ങനെ അണിയിക്കൂ. സാറെ മാപ്പാക്കണം. ഭരതൻ പോട്ടെ. ഒറ്റയ്ക്ക് പോരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എന്നെ അറസ്റ്റ് ഗോവിന്ദൻകുട്ടി, എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയൂ. തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. ഇല്ല എന്ന് പറഞ്ഞു. എന്നെ അറസ്റ്റ്. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ. അല്ലെങ്കിൽ എല്ലാവരുടെ ജോലിയും പോവും. വണ്ടി എടുക്കാൻ പറഞ്ഞ പിന്നെ ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഭരതനസൈ. തമ്പുരാൻ, അതിഥികളുണ്ട്. വഴി ചോദിക്കാൻ വണ്ടി നിർത്തിയത് എന്റെ മുമ്പിലാ. എന്താടാ ഇതൊരു അൺഎക്സ്പെക്ടഡ് ലാൻഡിങ്? അതല്ലേടാ ഒരു ത്രില്ല്. ജെയിംസ് ചോദിച്ചു ബാപ്പുനെ വിളിച്ച് പറയണോ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താടേ നിന്റെ അപ്പിയറൻസ് ആകെ മാറിയല്ലേ? നീ ഒരു തമ്പുരാനാ? പറയാല്ല. ഓ, ഐ എം സോറി ജഗൻ. മീറ്റ് സെലിം അമൻ, ലിയോ ഫർമ. ഇത് ശശി മേനോൻ, സിംഗപ്പൂർ ബേസ്ഡ്. പിന്നെ ജയറാമനെ നിനക്കറിയില്ലേ? നമ്മളൊരിക്കൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പിശ, ആരെങ്കിലും വിട്ട് ആ പെട്ടിയും ബാഗ് ഒന്ന് മുകളിൽ എത്തിക്കാം. ഞങ്ങൾ ഇറങ്ങി. മേളക്കാരെ കൈയോടെ ഞങ്ങൾ കൊണ്ടുവരും. അതെ, അങ്ങാടിയിൽ ആരെങ്കിലും നിർത്തിക്കണം. ആനക്കാർ വരും. ഓ, ഏർപ്പാടാക്കാം. വാ. നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ജഗൻ. ഞാൻ കരുതിയത് നീ ഇവിടെ വെള്ളോടിയും ഷടാങ്ങുമായിട്ടങ്ങ് കൂടിക്കാണുമെന്നാ. ഇവിടെ വന്നെന്ന് അലക്കി പൊളിക്കാന്ന് വെച്ചാൽ ഞാൻ യുമാരെയും കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദൻ. അനുഭവിക്കണം. എല്ലാത്തിനും നിനക്കാ നന്ദി പറയേണ്ടത്. അതുകളാ ഞാനും ഉണ്ടടാ കൂടെ. നിന്റെ ഉത്സവം കഴിയും വരെ. എന്താ അവന്റെ പേര് പറഞ്ഞേ? കൊലപ്പുള്ളിയാ. ചാവട്ടി അവന്റെ അങ്കാവടി നമ്മൾ പൊളിക്കും. നാഗദേവതയുടെ പ്രതിഷ്ഠ. സോറിടാ. ഉണ്ണിമായ, ആരടാ? ഈ പട്ടരെ തല്ലിക്കൊല്ലണം. എന്നെ കോപ്പനായവൻ. എന്താ അളിയ ഒരു പെൺകുച്ചു പോലും ഓടിപ്പോയില്ലേ? അത് നിന്ന് കുളിക്കായിരുന്നു. അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും കാണാൻ സുഖമുള്ള ഒരു കാഴ്ച. ഞാൻ ഈ ക്നാപ്പ്മാരെ വിളിച്ച് കാണിച്ചു. ആക്രാന്തം. ഇവനെന്തോ തട്ടിമറിച്ചിട്ട് ശബ്ദം കേട്ട ആ കൊച്ചു ഓടിക്കളഞ്ഞു. ജഗു, ആരടാ അത്? ഗോവിന്ദൻകുട്ടി, താൻ ചുമ്മാ ഉഴപ്പാതെ. ഞങ്ങൾക്ക് നമ്മാടെ വീട്ടിൽ പോയേ പറ്റൂ. താൻ കൂടെ വരണം. വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങൾ പൊക്കും. ചെയ്താടാ. തമ്പുരാൻ അറിയരുത്. അറിഞ്ഞ എന്റെ ചെവിക്കല് പൊളിക്കും. ഓ, അയാളൊരു പുല്ലും ചെയ്യില്ല. എന്താ നന്ദൻ? കിടന്ന് ബഹളം വെക്കാതെ വഴി ഉണ്ടാക്കാം. എന്ത്? ക്ഷമിക്കണം, ഞാൻ തമ്പുരാനൊന്ന് കാണാൻ വേണ്ടി കരുതാ. നിങ്ങളാരാ? ഞാനും മോളിവിടെ ഊട്ടുപുരമാളികയിലാ താമസിക്കണേ. നമ്മുടെ അമ്മാവൻ വരാനേ. വരെ 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 വരെ. എന്താ അമ്മാവനല്ലേ? അമ്മാവൻ നമ്മുടെ ഇരിക്കണം. അങ്ങനെ വഴിക്ക് വാ. ഇനി ഒന്ന് പിടി. അയ്യോ, നിർബന്ധിക്കരുത്. കഴിക്കില്ല. അതുകൊണ്ടാ സാർ, തമ്പുരാൻ കഴിക്കില്ല. തന്നോട് ചോദിച്ചില്ല. കഴിക്കണോ? അയ്യോ അയ്യോ അയ്യോ, അരുത്. ഞാനൊരു പാവാണ് സാർ. അങ്ങോട്ട് പൊക്കോട്ടെ. ശരി, വിട്ടേക്ക്. ചുമ്മാ ജാടയാ മൂപ്പിലാന്റെ. 6000 രൂപ വരെയുള്ള കോച്ച.
ഒരെണ്ണ അകത്ത് എന്ന കിഴവൻ ചാവുന്നു. അവനെ കൊണ്ട് അവളേക്ക് കുടിപ്പിച്ച ഞാൻ അയ്യോ തന്തയില്ലായ്മ കാണിക്കുന്നതാ പന്ന. ജഗൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ക്ഷമിക്കണം തമ്പുരാൻ. തെറ്റ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. അരുത്. എന്താ ഇത്? ആ കൈകളുകൊണ്ട് എന്റെ കാര്യത്തോടെ അതിനുള്ള പുണ്യം ഈ കിഴവൻ ചെയ്തിട്ടില്ല. മനസ്സിലാവില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില, മഹത്വം. പണം പെരുകി പെരുകി ചുറ്റിലും പ്രളയം പോലെ നിറയുന്ന പണം, അത് കൊടുത്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത് കിടത്തിയ വയറ്റാട്ടിക്ക് ടിപ്സ് കൊടുത്തു തുടങ്ങിയ പണക്കൊഴുപ്പിന്റെ ഹുങ്ക് നാളെ അമ്മയ്ക്ക് കൊടുക്കും. 10 മാസം ചുമന്ന ഗർഭപാത്രത്തിന്റെ വാടക. നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും. അന്നേ അറിയൂ. നീ നോ, ഗോവിന്ദൻകുട്ടി പാലക്കാട് കൊണ്ടുവിടും. ആ വഴി തിരിച്ചു പോയിക്കണം 3. എപ്പ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാളാരാ? ഞാൻ ആരാണെന്ന് അറിയണം. അല്ലടാ പന്നെ കഴിവറവനെ ചവിട്ടി എന്തായി കാണിക്കുന്നത്? നന്ദന്റെ ഫ്രണ്ട്സ് ആയി. ആ ഒറ്റ കൺസിഡറേഷൻ കൊണ്ടാണ്ടാ നിന്നെ ജീവനോടെ വിടുന്നത്. കേരള വണ്ടിയില് ഞങ്ങൾക്ക് നന്ദനെ കാണണം. അല്ല താൻ പറയുന്ന കേട്ട് നീ ഒരു പുല്ലിനെ കാണാൻ പോകുന്നില്ല. പോകാൻ പറഞ്ഞാൽ പൊയ്ക്കണം. ഇല്ലേ 3 പെട്ടി പാക്ക് ചെയ്യും ഞാൻ. പോടാ ഗോവിന്ദൻകുട്ടി. വണ്ടി കയറണം. കുത്തി പണ്ട ഞാൻ എടുക്കും. വണ്ടി കയറണം. തമ്പുരാനോടെ കളി. കയറ വണ്ടി. എന്താ പൊട്ട നോക്കണം. അവരെവിടെ? പറയാം. എടാ അവന്മാരെവിടെയെന്ന്? അവര് പോയി. വാട്ട് യു മീൻ? ഞാൻ അവരെ പറഞ്ഞയച്ചു. അത് ശരിയാവില്ല നന്ദൻ. നിനക്ക് എങ്ങനെ പറഞ്ഞേക്കാനാവും? അവരെന്റെ ഗസ്റ്റാണ്, മൈ ക്ലോസ് ഫ്രണ്ട്സ്. ആ അതിലേറെ നമ്പർ 1 ഏർപ്പാളികളും. ഇനി അവരിവിടെ നിന്നാൽ ഇനി വേറെ തന്തയില്ലായ്മ കാണിച്ച എന്റെ കൺട്രോൾ തെറ്റും. നീ എന്നെയാണ് ഇൻസൾട്ട് നോക്ക് ചെയ്യുന്നത്. നന്ദൻ, ഇതൊരു ഗ്രാമമാണ്. വളരെ ഫ്രജൈലായ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അവരെ വേദനിപ്പിക്കുന്ന പാപമാണ്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അനുവദിക്കില്ല. ഓഹോ, അപ്പൊ നീ എന്റെ മുമ്പിലും തമ്പരം കളിച്ചു തുടങ്ങിയോ? നിനക്ക് ഇവിടുത്തെ മനുഷ്യരോടുള്ള താല്പര്യം പോലെ തന്നെയാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടും ഉള്ളത്. അവരോട് പോയി അവരെ തിരിച്ചുകൊണ്ട് വരണം. വേണ്ട. അത് ഞാനാ തീരുമാനിക്കുന്നത്. നിനക്ക് ഇത്ര ചൊറിയാൻ മാത്രം എന്താ ഉണ്ടായേ? അവരാ പെൺകുട്ടിയെ എടുത്ത് എന്തോ തമാശ കാട്ടി, അതാണോ? നീ ഇത്ര പൊസസീവ് ആവുന്ന എന്തിനാ? അവൾ ആരാ നിന്റെ? നീ കീപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ്, അത്രയല്ല. നന്ദൻ നിർത്ത്. വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കരുത്. ആവശ്യത്തിലേറെ പ്രോബ്ലംസ് എനിക്കുണ്ട്. അതെനിക്കറിയണ്ട. അവരോട് പോയിന്ന് പറ. നിന്റെ ആത്മമിത്രങ്ങൾ കെട്ടിയെടുത്തു. ഇനി നീ പോയി വിളിച്ചാൽ അവന്മാര് വരില്ല. അടിച്ചവന്മാരെ കാലൊടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ. വേണേ പോയി വിളിക്കും. പാലക്കാട് വല്ല ഹോട്ടലിൽ കണ്ടു പോയി വിളിക്കപ്പോ. നന്ദ നന്ദ ഒഴിച്ചോളൂ. ആ മതി, ആ മതി മതി മതി. നല്ല ചൂടും കിട്ടോ. എത്ര ദിവസമായി ഒന്നും ഉണ്ടിട്ട്. ഇനി എനിക്ക് പേടിയൊന്നുമില്ല. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായേ. ഇനി പൂജ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. തിരുമേനി മാപ്പാക്കണം. ഞങ്ങൾ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറിയോ? സംശയിക്കണ്ട. സാമാന്യം നല്ല രീതിയിൽ തന്നെ പെരുമാറിയേ. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. അത് ബുദ്ധിമുട്ടൊക്കെ തോന്നു. അന്നാ അങ്ങനെയല്ല കേട്ടോ.
എന്തായി കാണിക്കുന്നത്? എന്തായി കാണിക്കുന്നത്? മാറി കാണിക്കുന്നത്. നിങ്ങൾ ആരാണ്? എന്താ ചെയ്യുന്നത്? മനസ്സിലാവില്ല. അയ്യോ, അവിടുന്ന് പൊക്കിട്ട് വരാ, ഇവിടുന്ന് പൊക്കിയെടുത്തിട്ട് വാ, എന്നെ വിടുക. പോയി. നാളെ ഉത്സവമാണ് പിള്ളേ. തമ്പുരാനോട് ഇനി എന്ത് പറയും എന്റെ വൈക്കത്തപ്പ പിള്ളേ? നാളെയാണ് ഉത്സവം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി കാണുമെന്ന് അറിഞ്ഞില്ല. കീഴ്പയ്യൂർക്ക് ഇനി പോയിട്ട് എന്താ താൻ പറയണേ? കാളൂർ മനയിൽ ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന് ഒരു മകൻ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ട്. അയാളൊക്കെ എവിടെയാ, എങ്ങനെയാ, ജീവനോടുണ്ടെന്ന് എന്നെ ആർക്കാ നിശ്ചയം? മരിച്ചിട്ടില്ല. ചെയ്യാത്ത തെറ്റ്. അതും ഉപാസനാമൂർത്തിയായ ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചുവെന്ന് ചുറ്റും നിന്ന് ആരോ പറഞ്ഞപ്പോൾ ശീവേലിക്കല്ലിൽ തലതല്ലി മരിച്ച ബ്രഹ്മദത്തൻ തിരുമേനിയുടെ മകൻ. അച്ഛന് പുറകെ അമ്മയും പോയപ്പോൾ അനാഥമായ ജന്മം. തിരിച്ചു വന്നത് കണക്ക് തീർക്കാനോ ശത്രു നിഗ്രഹത്തിനോ ആയിരുന്നില്ല. ഈ കോവിലകവും ക്ഷേത്രവും കുട്ടിക്കാലത്തെ ഓർമ്മകളുമുള്ള ഈ മണ്ണിൽ ഒരു വെറു സന്ദർശനം. അതിനാണ് വന്നത്. ആരെയും ഒന്നും അറിയിക്കാതെ തിരിച്ചു പോകണമെന്നും കരുതിയിരുന്നു. ഉണ്ണി ഉണ്ണി 18 വയസ്സ് വരെ ബ്രാഹ്മണ്യത്തിന്റെ ശുദ്ധിയും മുറയും തെറ്റാതെ ജീവിച്ചു. ആവണപ്പലകയിൽ ഇരുത്തിയ അച്ഛൻ ചൊല്ലിത്തന്ന മന്ത്രങ്ങൾ മറന്നിട്ടുമില്ല. ഉപനയന നാളിൽ ദേഹത്തിന് കുറുകെ ധരിച്ച ചിഹ്നം ദിരിയാഗഞ്ചിലെ ഒരു ചായക്കടയിൽ ജോലിക്ക് തടസ്സമാകുമെന്ന് വന്നപ്പോൾ പൊട്ടിച്ചു. 2 തുള്ളി കണ്ണീരും ചേർത്ത് പിന്നീടന്നോ യമുനയിലാണ് എറിഞ്ഞത്. ശാസ്ത്രവും ആചാരവും അനുവദിക്കുമെങ്കിൽ മതി മതി. ബ്രഹ്മദത്തന്റെ മകൻ തന്നെയാണ് ആ കർമ്മം ചെയ്യേണ്ടത്. തന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ തോന്നിയത് തെറ്റായിരുന്നില്ല. ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അറിയാം ഈ മുഖം. നാളെ പൂണൽ ധരിക്കാം ഒരിക്കൽ കൂടി. അത് ശരീരത്തിന് കുറുകെയല്ല, മനസ്സിന് കുറുകെ. विश्वम्भरावसुधानी प्रतिष्ठा हिरण्यवक्षा जगतो